വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റതാട്ടാ. പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പകുതി നേരം വരെയുള്ളതുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. ഇന്ന് മകരച്ചൊവ്വയാണ്, അത് കാരണം ഞാൻ നേരത്തെ എണീറ്റു. ഒരു 6:15 ആയപ്പോൾ എണീറ്റു. പിന്നെ ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോകണം, അപ്പോൾ വേഗം കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടാൽ പേടിക്കും. പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്ടേക്കായിരുന്നു. അങ്ങനെ ഫോൺ ചാർജായി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ ചൂടുവെള്ളമൊക്കെ ആയിട്ട് കുളിക്കാൻ കയറി. വേഗം തന്നെ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. കാരണം അമ്പലത്തിൽ പോയിട്ട് വേണം ഏട്ടന് വർക്കിന് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് തത്തയുടെ കാര്യങ്ങൾ നോക്കണം, തത്തേനെ കുളിപ്പിക്കണം, തത്തയ്ക്ക് ബുക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെയാണ് ക്യാമറ വെച്ചത്. അപ്പോൾ നോക്കുമ്പോഴേ ഇതിൽ നിറച്ച് പുളികളുണ്ടായി വരുന്നു കേട്ടോ. ഉണ്ടായിരുന്നതൊക്കെ ആകെ നിലത്ത് വീണ് ഇതുപോലെ പഴുത്ത കാര്യങ്ങളൊക്കെ നാശമായി. അങ്ങനെ ഫ്രഷായിട്ട് കുഞ്ഞു പുളികൾ ഉണ്ടാവുകയാണ്. പിന്നെ ഞാൻ കൈയോടെ തന്നെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കും. കാരണം അലക്കലും ബാത്റൂമൊക്കെ വീട്ടിൽ നിന്ന് കുറച്ച് 2-3 സ്റ്റെപ്പ് അകലെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ണി ഉറങ്ങുകയാണെങ്കിൽ കരയുകയാണെങ്കിൽ നമുക്ക് പുറത്ത് വന്നിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ കുളി കഴിഞ്ഞ് ഏട്ടൻ പണിക്ക് പോണതിന് മുന്നേ തന്നെ രാവിലെ കാര്യങ്ങളൊക്കെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കും, എൻ്റെ കാര്യങ്ങൾ. എന്നാലും ഉച്ചയ്ക്കൊക്കെ കുട്ടി ഉറങ്ങുമ്പോൾ ഞാൻ ഇട്ട് മാറുന്ന തുണികൾ കുഞ്ഞു തുണികളാണല്ലോ, അതൊക്കെ വേഗം തന്നെ ഉച്ചയ്ക്ക് തന്നെ ഓടിപ്പോയി അലക്കിയിട്ട് അകത്തേക്ക് വരും. അപ്പോൾ ഈ അലക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി വരികയാണെങ്കിൽ ഇവിടെ പറ വരും കേട്ടോ. അടുത്ത ദിവസം ഒരു ദേവിയുടെ അമ്പലത്തിലൂടെ പൂരമുണ്ട്, അപ്പോൾ പറ വരും. അപ്പോൾ അതിനായിട്ട് അമ്മ ചാണകമൊക്കെ മെഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ ചെരുപ്പ് അവിടെ ഇട്ടേക്കണം. ഞാൻ എത്ര വട്ടം പറഞ്ഞാലും കേൾക്കില്ല. അത് തിക്കും തിരക്കിൽ ഓടി വന്ന് ചെരുപ്പ് അവിടെ ഊരിയിടും. പിന്നെ കണ്ടോ, വഴി ഇത്ര അടുത്തായ കാരണം നമുക്കിവിടെ ചെടികളൊന്നും നടാനൊന്നും പറ്റൂല. ഇപ്പം സമയം ഒരു 7 മണി ആയിട്ടുണ്ട്, 7 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് രാവിലെ എഴുന്നേക്കാറുള്ള കുട്ടി 7 മണിയായിട്ടും എണീറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തട്ടുമുട്ട് സൗണ്ടൊക്കെ കേട്ടിട്ടാണ് പുള്ളിക്കാരി എണീറ്റത്. ഇപ്പോൾ എണീറ്റിട്ട് എന്നെ ഒന്നും കാണൊന്നും വേണ്ട, ആദ്യം അച്ഛൻ്റെ കൂടെ ചിരിച്ച് കളിച്ചിരുന്നാൽ മതി. ഞാൻ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വെച്ചേ ബാവേ മൈൻഡില്ലേ. ബാലൻസ് ജാലി ഇങ്ങോട്ട് വെച്ചേ. ചുണ്ടി ഇനി നീടില്ല, അല്ലെങ്കിൽ നീട്ടിയാനെ. ഹാപ്പി മകരച്ചൊവ്വ. ഇത് പുതിയ കളിപ്പാട്ടാട്ടാ. ഇതിപ്പോൾ ഒരു തലേദിവസം വാങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ രാത്രി വാങ്ങിയതാണ്. അപ്പോൾ അതേ തത്തയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ ലൈറ്റൊന്നും കത്തുന്നില്ല. അതുപോലെ ഇത് ഒന്ന് സ്വിച്ച് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓടും കേട്ടോ. വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഓടും. പക്ഷേ ഇപ്പോൾ ഓടുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, എടുക്കാൻ പറ്റിയില്ല, അത് ഓർമ്മയിൽ വന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇത് തറവാട്ടമ്പലമാണ് കേട്ടോ. അവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. അങ്ങനെ ഞങ്ങൾ തൊഴുത് കലങ്കരിക്കാൻ, അതായത് പൊങ്കാലയ്ക്കൊന്നും നിൽക്കാൻ പറ്റൂല, തത്തയ്ക്ക് വാശി പിടിക്കും. അപ്പോൾ ഞങ്ങളത് തൊഴുത് കഴിഞ്ഞ് പോകുന്നു. പിന്നെ അമ്മയുടെ ചൂട്ടില്ലേ, ഓലക്കുടി എന്ന് പറയും ഇവിടെ, ആ ചൂട്ട് കാര്യങ്ങൾ ഞങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതങ്ങനെ താങ്ങി പിടിച്ച് അമ്മ നടന്ന് വരണ്ടല്ലോ. അപ്പോൾ ഞങ്ങളത് കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ ഒരു കമ്മൽ തത്തയുടെ കയ്യിലാണ് കേട്ടോ. ഈ കമ്മലിട്ടാണെങ്കിൽ വലിയ കമ്മലൊക്കെ ഇട്ടെങ്കിൽ തത്തയത് ഊരിയെടുക്കും. അങ്ങനെ വീട്ടിൽ വന്നു തത്തേനെ ഉറക്കിയതിന് ശേഷം ഞാൻ ചായ കുടിച്ചു. ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ കോളിഫ്ലവർ അമ്മ അങ്ങനെ ചാറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു, പിന്നെ കട്ടൻ ചായ. അങ്ങനെ ഫോൺ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഇരിക്കണില്ല. അങ്ങനെ എനിക്ക് വീഡിയോ കിട്ടി കേട്ടോ, പൊങ്കാലയുടെ വീഡിയോ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്മമാർ. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ, എല്ലാം കൊണ്ടും നല്ലൊരു ഐശ്വര്യമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ മറന്നു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.